നമസ്കാരം, ഞാൻ വെന്നീർ ബാബു. ഇന്ന് നമുക്ക് രോഗപ്രതിരോധ ശക്തി ഉള്ള കുഞ്ഞുങ്ങളെ നമുക്ക് എങ്ങനെ വളർത്തിയെടുക്കാം എന്നതിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. രോഗപ്രതിരോധ ശക്തി ഒരു മനുഷ്യന് നിലനിൽക്കുന്നതിന് ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം കുഞ്ഞുനാളിൽ കുടിക്കുന്ന അമ്മയുടെ പാലാണ്. ഇത് വളരെ ഒരു മനുഷ്യൻ്റെ ദീർഘായുസ് വർദ്ധിപ്പിക്കാനും ജീവിച്ചിരിക്കുന്ന കാലത്തോളം രോഗപ്രതിരോധ ശക്തി നിലനിൽക്കാനും ഉതകുന്ന ഒന്നായിരിക്കണം. നമ്മൾ പണ്ട് 18 തരം പച്ചിലകൾ ഉപയോഗിച്ചിരുന്നു. ഇന്ന് അതിനൊന്നും പ്രാധാന്യമൊന്നും കൊടുക്കുന്നില്ല. ഈ പച്ചിലകളിൽ ഏറ്റവും പ്രധാനമായ പച്ചില ദശപുഷ്പങ്ങളാണ്. ദശപുഷ്പങ്ങളെപ്പറ്റി കഴിഞ്ഞ വീഡിയോയിൽ സംസാരിച്ചതുകൊണ്ട് ദശപുഷ്പങ്ങളിൽ ഉൾപ്പെടാത്ത പ്രധാനപ്പെട്ട ചില പച്ചിലകളെ നമ്മൾ ഓർമ്മിക്കുന്നു. അതിലേറ്റവും പ്രധാനം തഴുതാമ എന്ന് പറയുന്ന ഒരു ഔഷധ സസ്യമാണ്. ഇത് ചീരക്കറി പോലെ വയ്ക്കുന്നുണ്ട്, ചീരയുടെ കൂടെ കൂട്ടിച്ചേർത്ത് കറി വയ്ക്കുന്നുണ്ട്. അത് അങ്ങനെ അല്ലെങ്കിൽ വളരെ സിമ്പിളായിട്ടാണെങ്കിലും ഒരു 4-5 ഇല എടുത്ത് അരച്ച് കലക്കി കരിക്ക് വെള്ളത്തിലോ തേങ്ങാ വെള്ളത്തിലോ ഒക്കെ കുടിക്കാം. അത് സിമ്പിളാണ്. പിന്നെ ഇഷ്ടപ്പെടുന്നവർക്ക് 2-4 ഇല എടുത്ത് ചവച്ച് തിന്നാനും ബുദ്ധിമുട്ടില്ല. തഴുതാൻ കഴിഞ്ഞാൽ അടുത്തത് ബ്രഹ്മിക്ക് ബുദ്ധിശക്തി വർദ്ധിപ്പിക്കുന്ന ഒരു പ്രത്യേകമായ കഴിവുണ്ട്. ബ്രഹ്മി കഴിഞ്ഞാൽ കൊടങ്ങൽ. നമ്മുടെ വീട്ടുമുറ്റത്ത് നിൽക്കുന്ന കൊടങ്ങലിന് ബ്രഹ്മി പോലെ ഏതാണ്ട് ശക്തിയുണ്ട്. ബുദ്ധി വർദ്ധിപ്പിക്കുന്നതിനാണ് ഏറ്റവും അധികം ഉതകുന്നത്. അത് കഴിഞ്ഞാൽ കൂവളത്തിലയും എടുത്ത് ഒരു 4-5 ഇല എടുത്ത് അരച്ച് കലക്കി കരിക്ക് വെള്ളത്തിൽ അല്ലെങ്കിൽ തേങ്ങാ വെള്ളത്തിൽ ഉള്ളിൽ കഴിക്കുക. ഇതുകൊണ്ടുള്ള പ്രയോജനം ഏതെങ്കിലുമൊക്കെ സൈഡ് എഫക്റ്റുള്ള മരുന്നുകളോ എന്തെങ്കിലും ഉള്ളിൽ പോയിട്ടുണ്ടെങ്കിൽ അതിനെ ആ സൈഡ് എഫക്റ്റിനെ ഇല്ലായ്മ ചെയ്ത് ശരീരത്തെ ശുദ്ധീകരിക്കുന്നതിനുള്ള പ്രത്യേക ശക്തി ഉള്ള ഒരു പച്ചിലയാണ് കൂവളം. ഈ പച്ചില വർഗങ്ങളുടെ പ്രാധാന്യം വളരെ ഉന്നതമാണ് എന്ന് പറയുമ്പോൾ നമ്മളടുത്ത് പഴവർഗ്ഗങ്ങളെ പറ്റിയും ചിന്തിക്കേണ്ടതുണ്ട്. പഴവർഗ്ഗങ്ങളെ പറ്റി ചിന്തിക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ പണ്ട് പോലെ കിട്ടാറുള്ള ചക്കപ്പഴം, മാങ്ങപ്പഴം, പപ്പായ, സീതപ്പഴം, ആത്തിച്ചക്ക, പൈനാപ്പിള്, ഇങ്ങനെ പല പഴങ്ങളുമുണ്ട്. ഇതിനൊക്കെ അമിതമായ വില ഇല്ലാത്തത് കൊണ്ടും എല്ലാ പോഷകങ്ങളും നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള ശക്തിവിശേഷങ്ങളും ലഭ്യമാകാൻ പോകുന്നതായതുകൊണ്ടും അവയാണ് ഏറ്റവും ഉത്തമമായ ഒന്ന്. ഇനി അത് കഴിഞ്ഞാൽ പച്ചക്കറികൾ നമുക്ക് കിട്ടുന്നതെല്ലാം അതിന് ഓരോ പ്രത്യേകാവശ്യ ശക്തി യഥാർത്ഥത്തിൽ ഉള്ളതാണ്. അതിനെപ്പറ്റി കൂടുതൽ വിശദീകരിക്കുന്നത് പടവലങ്ങയ്ക്ക് വിഷാംശം പുറത്തു കളയാനുള്ള ശക്തിയുള്ള ഒരു പച്ചക്കറിയാണ്. വെള്ളരിക്കയ്ക്ക് അതുപോലെ തന്നെ പ്രാധാന്യമുണ്ട്. സവാളയെല്ലാം ചേർത്ത് കഴിക്കുന്ന ഒരു രീതി ആകെ ഭാരതം മുഴുവൻ ഇങ്ങനെ നിലനിൽക്കുന്നുണ്ട്. ഇതിനെല്ലാം വളരെ വിശേഷമായ കാര്യങ്ങളുണ്ട്. അത് കഴിഞ്ഞാൽ അടുത്തത് ധാന്യവർഗ്ഗങ്ങളാണ്. ധാന്യവർഗ്ഗങ്ങൾ നമ്മൾ നവധാന്യങ്ങൾ 9 ധാന്യങ്ങൾ ആഹാരമാക്കി കഴിച്ചുകൊണ്ടിരുന്നു. ഇന്ന് അവയൊന്നും
ലഭ്യമാകുന്നില്ല. അഥവാ ലഭ്യമായാൽ തന്നെ തവിട് ഇല്ലാതെ ഒക്കെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇതും വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു വസ്തുതയാണ് എന്ന് തൽക്കാലം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കും.